ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ വ്ലോഗാണ് ചെയ്യുന്നത്. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഹെന്ന കോൺസിൻ്റെയും കാര്യങ്ങൾക്കെല്ലാം ഹെന്ന പ്രോഡക്ട്സിൻ്റെയും അങ്ങനെ ഓർഡേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം തൊട്ട് മുന്നിട്ട് ആ ഒരു ഇന്നലത്തെ വ്ലോഗിൻ്റെ ആ ഒരു നൈറ്റ് വ്ലോഗ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കോൺസ് സെലോഫിൻ ഷീറ്റ്സ് കട്ട് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് കോൺസ് റോൾ ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹെന്ന കോൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി നെയിൽ കോൺസിന് വേണ്ടിയിട്ടുള്ള കോൺസ് ഇന്ന് റോൾ ചെയ്യുക ചെയ്തത്. അപ്പം ഞാൻ രാവിലെ ഒരു 8 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് അപ്പോൾ വർക്ക്. അപ്പം 8 മണി തൊട്ട് നൈറ്റ് വരെയുള്ള വ്ളോഗാണ്. അപ്പോൾ ഞാനത് എല്ലാം എടുത്ത് ഒന്ന് എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോൾ ആണ് ഏകദേശം 3 ഹവേഴ്സിന് മേലെ, അതായത് ഏകദേശം 3 ഹവേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും ഒരു ടോട്ടലായിട്ടുള്ള ആ ഒരു വീഡിയോ ക്ലിപ്സ് എല്ലാം കൂടിയിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് എങ്ങനെയല്ലോ കുറച്ചാക്കിയിട്ടുണ്ട്. അപ്പം എന്നിട്ടും വീണ്ടും കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് 2 പാർട്ടായിട്ടിടാനാണ് വിചാരിക്കുന്നത്. ഒരു പാർട്ട് ഒരു ഏകദേശം രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ളതും ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ ബാക്കി ആ ഒരു കോൺസ് ഫുൾ ഒന്ന് റോൾ ചെയ്ത് വെക്കുക ചെയ്യുന്നത് നെയിൽ കോൺസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നെയിൽ കോൺസിന് വേണ്ടിയിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ഹെന്ന കോൺസിന് റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്തിട്ട് ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു തമ്പിട്ടിട്ട് അതൊന്ന് പുറത്തേക്ക് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ആ ഒരു കോൺ ഒരു നെയിൽ കോൺസിന് ആവശ്യമായ ആ ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ ഒരു 6-7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ ആ ടൈം എനിക്ക് എണീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 8 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് ഒരു 2-3 ഓർഡേഴ്സ് ഉണ്ട്. അപ്പം ഇന്ന് തന്നെ പാക്ക് ചെയ്ത് ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുമ്പം 12 മണി 1 മണി വരെയല്ലേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് വേഗം ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് അയക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ തന്നെ അല്ലേ അപ്പം ഒന്ന് ബ്രെഡ് ഇങ്ങനെ പൊരിച്ചത് കഴിക്കുന്നുണ്ട് അതിന്. അപ്പം ഞാൻ ഒന്നാമത് ഈ ഒരു ടൈമിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പാക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധൃതിപ്പെട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ വേഗം ചെയ്യുന്ന എല്ലാം മെല്ലനെ കാമായിട്ട് സമാധാനത്തിൽ ഇത് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ തന്നെ ചെയ്യാൻ നിന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ആ ഒരു വ്ളോഗിൽ ഹെന്ന കോൺസിന് വേണ്ടിയിട്ട് ഡയറി റിലീസ് ആക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മിക്സ് ചെയ്ത് പേസ്റ്റ് ഇന്ന് ഡയറി റിലീസ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് ഫസ്റ്റിൽ തന്നെ. കോൺസെല്ലാം ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പേസ്റ്റ് ഒന്ന് ഡയറി റിലീസ് ആയത് ഒന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത് ആ ഒരു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് പാർട്ടിലായിട്ട് ഞാനിങ്ങനെ വീഡിയോസ് സ്പീഡാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അത് നോർമൽ ആ ഒരു ഡ്യൂറേഷൻ്റെ ആ ഒരു ഇതിൽ തന്നെ കൊടുക്കുക. അതിപ്പോൾ 1x ഞാൻ 2x അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം 1x തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ല ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് അങ്ങനെ സ്പീഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര സ്പീഡായിട്ട് തോന്നും. അതിൽ ഞാൻ സ്ലോലി തന്നെയാണ് ചെയ്യുന്നത്, എങ്കിലും വീഡിയോയിൽ സ്പീഡായി കൊടുത്തുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. അപ്പം അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഈ ഒരു പേസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ചൊരു ഇതുണ്ടാവും, ഇങ്ങനെ വഴുതി കളിക്കും. അപ്പോൾ അതൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് സ്മൂത്താക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഡയറി റിലീസ് ആകുന്നതിന് ശേഷം തന്നെ നമ്മൾ ഈ പേസ്റ്റ് നല്ല സോഫ്റ്റായി വരും. അതായത് ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലംസ് എല്ലാം ഉണ്ടായത് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉടഞ്ഞ ഒരു നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് മാറും. അപ്പോൾ നമുക്ക് പറ്റുന്നത്ര നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടും. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹെന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഡൗട്ട്സും കാര്യങ്ങളും അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഹെന്ന ഒരു ഡൗട്ടായിട്ട് ചോദിച്ചതാണ്, കൂടുതൽ പേര് ചോദിക്കുന്നുണ്ട്, പുറത്ത് ഷോപ്പിലെല്ലാം കൊടുക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക, പുറത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഉണ്ടാക്കുന്നത് ഓർഗാനിക്കാണ്, ഒരു രീതിയിലുള്ള കെമിക്കൽസ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മോശമായി പോകും. മോശമാകുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റെയിന് കുറഞ്ഞു വരും, പിന്നെ അതൊരു സ്റ്റെയിൻ ഇല്ലാത്ത യൂസ് ഇല്ലാണ്ടാവുകയല്ലേ ചെയ്യുക. അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഷോപ്പിൽ ആദ്യം ഫ്രീസർ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അവരോട് ഫ്രീസറിൽ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല, ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിലല്ല പുറത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അപ്പം വരുന്നൊരു ഡൗട്ടാണ് നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത്. അപ്പം നമുക്ക് ഈ ഒരു ഹെന്ന കോൺസ് 4 to 5 days പുറത്ത് വെച്ചതിനെ കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അതിൽ കൂടുതൽ നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്താണ് ഇതിൻ്റെ സ്റ്റെയിന് കുറഞ്ഞോറിന് വരിക ചെയ്യുക. അപ്പം കൊറിയർ ചെയ്യുന്ന ആ ഒരു ഡേയ്സിൽ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഈ ഒരു 4-5 days കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം കൊറിയർ ചെയ്യുക. ഇപ്പോൾ കേരളത്തിലുള്ളവരാണ് കേരള ഒട്ടാകെയും പിന്നെ തമിഴ്നാട് അങ്ങനെ അടുത്തുള്ള ഒരു ഇതിലേക്ക് കൊടുക്കുന്നതിന് വലിയ കുഴപ്പമില്ല. ദൂരത്തോട്ട് കൊടുക്കുന്ന സമയം കൂടുതൽ ഡേയ്സ് എടുക്കുമ്പോൾ ഇത് പിന്നെ അതിൻ്റെ യൂസ് ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരിക. അതായത്
ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കുഴപ്പമല്ല, അത് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് വന്നതായിരിക്കും. പക്ഷേ എന്തെങ്കിലും അത് അവർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിനാണ്, നമ്മളൊരു ബിസിനസ്സിനാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ അത് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പേസ്റ്റെല്ലാം മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് ആ ഒരു സ്റ്റോക്കിങ് വെച്ച് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു നെയിൽ പേസ്റ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്. ഇനി ചെയ്യാമെന്ന് പറയുന്നത് നമുക്ക് ഒന്ന് കോൺസിലേക്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോൺസിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ സെയിൽ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്, അതായത് ഗ്രാംസ് നോക്കിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുക. അപ്പം ഹെന്ന കോൺസ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് 25 to 30 ഗ്രാംസ് വരുന്ന ഹെന്ന കോൺസ് ആണ്. അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കോൺസിലേക്ക് ഫില്ല് ചെയ്ത് ഒരു കുഴിയിൽ എന്തെങ്കിലും പാത്രം, ഞാനൊരു കൈപ്പാട്ടിയൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല, ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കുവാണെങ്കിൽ കോൺസിന്ന് അത് തന്നെ തനിയത്താല താഴേക്ക് ആ ഒരു കോൺസിൻ്റെ ടിപ്പ് വരെ ഈ ഒരു പേസ്റ്റ് താഴോട്ടേക്ക് പോയിക്കോളും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ചെരിച്ച് വെക്കുന്ന സമയത്ത് അതിങ്ങനെ നിന്ന് ഒന്നിക്ക് പുറത്തേക്കാവും. ആ ഒരു രീതി മെസ്സില്ലാണ്ട് വെക്കാനാണ് ആ ഒരു ഗ്ലാസ് പോലെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ടേബിളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെന്ന പേസ്റ്റ് ആക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടേബിളിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ സ്റ്റെയിന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് ടിഷ്യൂ വെച്ച് ഞാൻ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഹെന്ന പേസ്റ്റെല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്ത് അടിയിലൊരു എന്തെങ്കിലും ഒന്ന് വിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതുപോലെ വൈറ്റ് ഇതെല്ലാം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റ് വന്ന് സ്റ്റെയിൻ ആവാണ്ടിരിക്കാനാണ് ഞാനിപ്പോൾ ആ ഒരു നമ്മൾ കവർ ചെയ്തില്ല, ഡയറി റിലീസിന് വേണ്ടി കവർ ചെയ്ത് ആ ഒരു കവർ തന്നെയാണ് ഒന്നവിടെ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കലായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ സ്റ്റെയിൻ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് പോപ്പുലർ ആവാൻ വേണ്ടി എന്ത് ചെയ്യുക. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുക, അല്ലെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് ഫസ്റ്റ് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് അറിഞ്ഞ് വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവരായിട്ടെല്ലാം ഒന്ന് ഇതാക്കുക. അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളും, ഇപ്പം എന്തെങ്കിലും മാരേജോ കാര്യങ്ങളോ വരുന്ന സമയത്ത് കോൺസ് കൊടുത്തിട്ട് യൂസ് ചെയ്ത് നോക്കാൻ പറയുക. അങ്ങനെയെല്ലാം ചെയ്തിട്ട് അവർക്ക് അത് ഇഷ്ടമാവുകയാണെങ്കിൽ അവർ വേറൊരാളോട് പറയുമല്ലോ, അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കുറച്ചാളറിയും. പിന്നെയെന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുക. അപ്പോൾ അതിൽ ഓരോ അപ്ഡേറ്റ്സും കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ കോൺസിൻ്റെ ഫോട്ടോസും നല്ല ക്ലാരിറ്റിയിൽ തന്നെ എടുത്ത് അത് ഇടുക. പിന്നെ സ്റ്റെയിന് ഡിസൈൻസും എല്ലാം ഇതാക്കുക. അതിലൂടെ തന്നെ നമുക്ക് കുറച്ചായി നമ്മളൊന്ന് ഇതായി വരും. അപ്പം നമ്മൾ ഈ ഒരു കോൺസെല്ലാം ഒന്ന് സീൽ ചെയ്തെടുക്കാമെന്ന് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ സീൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ബിഗിനേഴ്സ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 4 types ആയിട്ട് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം കേട്ടോ, അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെയെന്ന് പറയുമ്പം കൂടുതൽ വന്ന ഡൗട്ട്സ് എന്ന് പറയുന്നത് അത് ഡൗട്ടല്ല, ഒരു കൺഫ്യൂഷൻ പോലെ ചോദിക്കുന്നത്. DIY കിറ്റിൻ്റെ എൻക്വയറി വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതായത് നമ്മൾ DIY കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് 3 കിറ്റായിട്ടാണ് പറയുന്നത്. കിറ്റായിട്ടല്ല, അത് എസെൻഷ്യൽ ഓയിലിൻ്റെ ബേസിസിൽ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അതായത് യൂക്കാലിപ്റ്റസ് കിറ്റ്, ടീ ട്രീ കിറ്റ്, ലാവൻഡർ കിറ്റ്, ആ ഒരു രീതിയിലാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. അതിന് 3നും ഡിഫറെൻറ്റ് റേറ്റ് ആണല്ലോ വരിക. അപ്പം അത് എസെൻഷ്യൽ ഓയിലിൻ്റെ ബേസിസിലാണ് ആ ഒരു പേര് അങ്ങനെ വെറുതെ കൊടുത്തത്. കാരണം നമ്മൾ 3 എസെൻഷ്യൽ ഓയിലിനും ഡിഫറെൻറ്റ് റേറ്റാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റ് അനുസരിച്ചിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പം യൂക്കാലിപ്റ്റസ് ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ യൂക്കാലിപ്റ്റസ് കിറ്റാണ് നമുക്ക് കിട്ടുക. അപ്പം ആ ഒരു എസെൻഷ്യൽ ഓയിൽ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ പ്രോഡക്റ്റ്സും അതിലുണ്ടാവും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. 3 കിറ്റായാലും സെയിം പ്രോഡക്റ്റ്സ് ആയിരിക്കും. അതായത് ഹെന്ന പൗഡർ, എസെൻഷ്യൽ ഓയിൽ ഏതാണോ വേണ്ടത് അത്, പിന്നെ പ്രീറോൾഡ് കോൺസ്, ഓൾറെഡി കട്ട് ചെയ്ത് പ്രീ കട്ടഡ് ഷീറ്റ്സ് ഉണ്ടാവും, സെലോഫിൻ ഷീറ്റ്സ്, പൈപ്പിംഗ് ബാഗ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ കാർഡ്, ഇതെല്ലാം എന്തായാലും ഉണ്ടാവും. അതിൽ എസെൻഷ്യൽ ഓയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് കേട്ടോ. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് 3ലും എന്താ ഡിഫറെൻ്റ് ആയിട്ടൊരു ഇത് വരുന്നത്, എന്താ ഇതിൽ ഡിഫറൻസ് ഉള്ളത്, ആ ഒരു രീതിയിൽ ഒരു കൺഫ്യൂഷൻ പോലെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയിൻ വൈസ് നോക്കുകയാണെങ്കിൽ യൂക്കാലിപ്റ്റസ് നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് തരും. പിന്നെ ലാവൻഡർ ആണെങ്കിൽ റെഡിഷ് ബ്രൗണും, ടീ ട്രീ ആണെങ്കിൽ ഒരു ബ്ലാക്കിഷ് ബ്രൗണും സ്റ്റെയിനാണ് നമുക്ക് തരിക. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ അതിന് ശേഷം എന്ത് ചെയ്യുന്നത്, ഈ ഒരു
അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് എൻ്റെ ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതാകുമ്പോൾ ഞാനിങ്ങനെ സാധാരണ അങ്ങനെയാണ് ചെയ്യൽ. എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിൽ നോക്കി അവർക്ക് വേണ്ട ആ ഒരു ഓർഡറും അഡ്രസ്സും ഒരു സൈഡിൽ എഴുതും. എന്നിട്ട് അതിൽ നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പാക്ക് ചെയ്യുക. അല്ലാണ്ട് ഫോൺ നോക്കിയിട്ട് പാക്ക് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല മീൻസ് അതിൽ നോക്കിയിട്ട് പാക്ക് ചെയ്യുന്ന അതിനേക്കാളും കുറച്ചും കൂടി എനിക്കൊരു ഓക്കെ ആയിട്ട് തോന്നിയത് ഇതുപോലെ എഴുതി വെച്ചിട്ട് നോക്കുമ്പം. അപ്പം ഓരോ കാര്യവും നമ്മൾ പാക്ക് ചെയ്ത് ഓരോ ആളുടേതും പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടിക്കിട്ട് അവിടെ ഇങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മിസ്സായി പോകില്ല എന്നുള്ള ആ ഒരു സമാധാനം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഓൾറെഡി ആ ബുക്കിൽ ഒന്ന് എഴുതി വെക്കും. എന്നിട്ടാണ് പിന്നെ അങ്ങനെ ചെയ്യൽ. എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം എന്താ ഓൾറെഡി DIY ഹെന്ന കിറ്റിൻ്റെ ഒരു 2 ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ഓയിലും ഹെന്ന പൗഡറെല്ലാം പാക്ക് ചെയ്യുക ചെയ്യുന്നത്. ഞാൻ സാധാരണ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെന്ന പൗഡറും എസെൻഷ്യൽ ഓയിലെല്ലാം കുറച്ച് അധികം തന്നെ ഒന്നിച്ച് പാക്ക് ചെയ്ത് വെക്കും. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർഡർ കിട്ടുക, അല്ലെങ്കിൽ അർജൻറ്റായിട്ടുള്ള ഓർഡേഴ്സിനെല്ലാം പെട്ടെന്ന് അതൊന്ന് പാക്ക് ചെയ്ത് അയക്കുകയല്ലേ വേണ്ടുള്ളൂ, ബാക്കിയുള്ള കാര്യമെല്ലാം നോക്കേണ്ടുള്ളൂ. അപ്പം ഈ ഹെന്ന പൗഡർ പാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് മെസ്സായിട്ടുള്ള ഒരു ഇതാണ്. കാരണം നമ്മൾ ഹെന്ന ആ ഒരു സ്റ്റാൻഡപ്പ് പൗച്ച് ഉണ്ടല്ലോ അതിലേക്കാണ് ഫില്ല് ചെയ്യുക. അപ്പം അത് കുറച്ച് ചെറിയ പൗച്ചായതുകൊണ്ട് തന്നെ അതിലേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറേ അപ്പുറം ഇപ്പുറം ആയാലും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഞാനത് കൂടുതൽ ഒന്നിച്ചിട്ട് പാക്ക് ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പം അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിലാണ് ഇതുപോലെ നമ്മൾ ഓർഡേഴ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്നും പാക്ക് ചെയ്ത് അങ്ങനെ പോവുക ചെയ്യൽ. അതിൻ്റെ ഇടയിൽ ഞാൻ പാക്ക് ചെയ്യുമ്പം ആ ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ ഇന്നർ ക്യാപ്പ് ആ വലിയ ബോട്ടിലാണല്ലോ, അപ്പോൾ അതിന് ഇന്നർ ക്യാപ്പ് എടുക്കാൻ പറ്റാണ്ടാവുക പറയുമ്പോൾ അത് എടുക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് പോലെ സംഭവം ഉണ്ടാവും. അത് വലിച്ചിട്ട് എടുക്കണ്ടേ, അപ്പോൾ അത് പൊട്ടിയിട്ട് ഇതെടുക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് കത്തിയെല്ലാം എടുത്തിട്ട് അതിന് വേറെ ഇന്നർ ക്യാപ്പെല്ലാം ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടി ടെൻഷനായിരിക്കും. എന്താ നമുക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞത് അയക്കുകയും വേണമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്തെല്ലാം വെച്ച് സാവധാനം ഇങ്ങനെ ഓർഡേഴ്സ് നോക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഹെന്ന പൗഡർ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാക്ക് ചെയ്യാമെന്ന്. പിന്നെ ഇന്നലെ ഞാൻ ഒരു കിറ്റിന് വേണ്ടിയിട്ടുള്ള സെലോഫിൻ ഷീറ്റെല്ലാം കട്ട് ചെയ്ത് വെക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം കിട്ടിയൊരു ഓർഡറാണ് വേറെ ഒരു DIY കിറ്റിന് തന്നെ. അപ്പോൾ അതിൻ്റെ സെലോഫിൻ ഷീറ്റ് ഞാൻ ഈ ഒരു ടൈമിൽ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്ത് വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഹെന്ന പൗഡറും എസെൻഷ്യൽ ഓയിലെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ ഒരു അതിൻ്റെ സ്റ്റിക്കേഴ്സെല്ലാം എടുത്ത് വെച്ച് അതൊന്ന് ഒട്ടിക്കുക ചെയ്യുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഹെന്ന പ്രോഡക്റ്റ്സ്. എന്ത് പ്രോഡക്റ്റ്സ് ആക്കി കഴിഞ്ഞാലും അതിന് സ്റ്റിക്കർ ഒട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായാലും പൊതുവേ മുന്നേ അത് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പാഷൻ്റെ പുറത്താണ് ഈ ഹെന്നാൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ്സ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പം ഹാൻഡ് മെയ്ഡ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റായിട്ട് സ്ക്രഞ്ചീസ് എല്ലാം വെച്ചിട്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അത് എന്തോ ഇതിലിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അത് നോക്കാണ്ടില്ലായി, ആ ഒരു പേജ് അങ്ങനെ അധികം ശ്രദ്ധിക്കാണ്ടില്ലായി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ടൈമായാലും അത് ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന ടൈമായാലും എനിക്കതിൽ കൂടുതലായിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഇതുപോലെ ഹാമ്പേഴ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമൊന്നും അത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പം കുറച്ചേ ആയിട്ടുള്ളൂ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഹാമ്പേഴ്സും ബാക്കി എല്ലാ ഗിഫ്റ്റ് പ്രോഡക്റ്റ്സും ഫ്രെയിംസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് അത് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഹാൻഡ് മെയ്ഡ്സ് പ്രോഡക്റ്റ്, അതായത് ഹാമ്പറോ ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിക്കോ വാട്സാപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ. ഞാൻ താഴെ കൊടുക്കാം ഇൻസ്റ്റഗ്രാം ID എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അഡ്രസ്സ് എഴുതിയെടുക്കുക ചെയ്യുന്നത്. നമുക്ക് കൊറിയർ ചെയ്യാൻ അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാനുള്ള അഡ്രസ്സ് എല്ലാം ഒന്ന് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലിൻ്റെ അഡ്രസ്സെല്ലാം എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ അഡ്രസ്സ് എഴുതുന്ന പറഞ്ഞാൽ ഒരു സ്റ്റിക്കർ ഷീറ്റിലാണ്. അപ്പോൾ ഷീറ്റ് പറിക്കാൻ പറ്റുന്ന ഷീറ്റിലല്ലേ നമ്മൾ എഴുതേണ്ടത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടിയിൽ വരുന്ന ആ ഒരു ഷീറ്റിലാണ് ഞാൻ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യേണ്ട ആ ഒരു ടൈമിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ അത് മാറ്റി എഴുതാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കാര്യം പോലെ എല്ലാ അഡ്രസ്സ് എഴുതി എല്ലാം കഴിഞ്ഞിട്ട് അത് സ്റ്റിക്ക് ചെയ്യേണ്ട ടൈമിലാണ് ഞാനത് ശ്രദ്ധിച്ചത്. പിന്നെയും അത് രണ്ടാം പണിയായി മാറ്റി എഴുതുക ചെയ്തത്.
പിന്നെയെന്ന് പറയുമ്പം എനിക്ക് ഫസ്റ്റ് ടൈമായിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ അയച്ചത് തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൈവറ്റ് കൊറിയേഴ്സ് വഴിയാണ് അത് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഓൾറെഡി അഡ്രസ്സ് നമ്മൾ ഒന്നിങ്ങനെ എഴുതിയിട്ട് ഒട്ടിക്കുമെങ്കിലും അവർക്ക് അയച്ചു കൊടുത്ത് അവരൊന്നും കൂടെ അത് പ്രിൻ്റ് എടുത്ത് അവർ ആ ഒരു ബാർകോഡും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു പ്രിൻ്റ് എടുത്തിട്ട് അതിൽ വീണ്ടും സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ അതിൽ അവർക്ക് അയച്ചു കൊടുത്ത അഡ്രസ്സെല്ലാം കറക്റ്റായിരുന്നു. പക്ഷെ അവരത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പർ എന്തോ കൊടുത്തിട്ടുണ്ടായില്ല ആ ക്ലയൻറ്റിൻ്റെ, അതായത് എൻ്റെ കസ്റ്റമറിൻ്റെ ആ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പം അത് അവിടം വരെ പോയി, പക്ഷേ അവിടുന്ന് ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് തിരിച്ച് വരിക ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പോൾ അത് തിരിച്ച് വന്നാൽ ഞാൻ ഒന്നും കൂടി അത് റീപാക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കവർ ഇനി എന്തായാലും നമുക്ക് വീണ്ടും ഇതാക്കാൻ പറ്റില്ലല്ലോ, ഓൾറെഡി ആ ഒരു സ്റ്റിക്കറിൽ ഒടിച്ചു. അപ്പോൾ ഞാനിതിന് വീണ്ടും അയക്കുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. അപ്പം അത് ഫുള്ളൊന്ന് റിമൂവ് ചെയ്ത് ഒന്നും കൂടി അത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്റ്റിക്കറിൻ്റെ ഓർഡർ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ലോഗോവാണ്. അപ്പം അതിന് ശേഷം അതൊന്ന് ഒരു ഷീറ്റ് സ്റ്റിക്കറുമാണ് അവർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു ഇപ്പം കാണുന്ന ഒരു ബ്ലാക്ക് സ്റ്റിക്കർ അതും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ലോഗോവാണ് കേട്ടോ. ഇതുപോലെ സ്റ്റിക്കേഴ്സ് ആയാലും കാർഡ്സ് ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലോഗോ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പം ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുത്തിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് റാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മഴയല്ലോ അല്ലേ, അപ്പം നമ്മളിത് കൊറിയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്ത് കൊടുത്തത് അത് ഹെന്നാക്കോൺസിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അത് ഫ്രീസറിൽ വെക്കേണ്ടതാണല്ലോ. അപ്പോൾ വാട്ടർ പ്രൂഫ് സ്റ്റിക്കേഴ്സാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അതൊരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ റാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം ഒരു റാപ്പർ വെച്ച് റാപ്പ് ചെയ്ത് പിന്നെ സ്റ്റിക്കർ മീൻസ് ആ ഒരു അഡ്രസ്സ് ഒട്ടിച്ചിട്ട് കൊടുക്കുക ചെയ്യുക. അതിനുശേഷം പിന്നെ ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് പാക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് DIY ഹെന്ന കിറ്റിൻ്റെ ഓർഡർ ഉണ്ടായത്. അത് രണ്ട് DIY കിറ്റിനായിരുന്നു ഓർഡർ ഉണ്ടായത്. ഒന്ന് ടീ ട്രീ ഓയിലിൻ്റെതും പിന്നെ ഒന്ന് യൂക്കാലിപ്റ്റസ് കിറ്റും ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഇതുപോലെയുള്ളൊരു കൊറിഗേറ്റഡ് ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊന്ന് കൊടുക്കുക ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ റീസെല്ലിങ്ങിന് വേണ്ടിയിട്ട് കോൺസിന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു, നെയിൽ കോൺസിന്. അപ്പം അവരെനിക്ക് തന്നത് നെയിൽ കോൺസിനായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അവർ പറഞ്ഞതിനേക്കാളും ഒരു 5-10 കോൺസ് കുറവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ അവരോട് ചോദിച്ച് നോക്കി അതിന് പകരം ഹാൻഡ് കോൺസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മതിയോ എന്നുള്ളത്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഹാൻഡ് കോൺസാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവർക്കത് പ്രശ്നം ഉണ്ടായിട്ടില്ല, അതായത് നെയിൽ കോൺസും ഹെന്ന കോൺസും ആയിക്കൊണ്ട് അവർ വലിയ പ്രോബ്ലം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ എല്ലാ കോൺസും ഇതുപോലെ സീലബിൾ പാക്കിംഗ് കവറിൽ വെച്ചിട്ട് ഒന്ന് പാക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കൊറിയർ ചെയ്യുന്ന സമയത്ത് അവർ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര കെയർ ചെയ്തിട്ടൊന്നും എടുക്കുന്നതല്ല. അപ്പോൾ ഒന്നിക്കിങ്ങനെ എറിയോ അല്ലെങ്കിൽ ആ ഒരു ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാകുമ്പോൾ അവർ അങ്ങനെയാണ് ചെയ്യുക. അപ്പം ആ ഒരു സമയത്ത് ഇതിൻ്റെ കോൺസിൻ്റെ ടിപ്പെല്ലാം ഒന്നും ഡാമേജ് വരാണ്ടിരിക്കാനാണ് ഇതുപോലെ കവറിൽ ഒരുപാട് കോൺസ് ഒന്നിച്ച് വെക്കുന്നതല്ലേ. അപ്പം ഇതുപോലെ കവറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവറിൽ കവർ ചെയ്തിട്ടൊന്ന് ബോക്സിലിട്ടിട്ടാണ് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു അഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹെന്നൻ്റെ എന്തെങ്കിലും ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഹെന്നൻ്റെ ആ ഒരു സ്റ്റിക്കറും, ഹാൻഡ് മെയ്ഡ്സിൻ്റെ ആണെങ്കിൽ ഹാൻഡ് മെയ്ഡ്സിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഞാൻ എന്തായാലും അവരുടെ അഡ്രസ്സിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കലുണ്ട്. അപ്പം ഇതെല്ലാം ഒട്ടിച്ച ശേഷം എനിക്ക് തീർന്നിട്ടില്ല ഇത് ഞാൻ എഴുതിയത് അതിൻ്റെ റോങ് സൈഡിലാണെന്നുള്ളത്. പിന്നെ എല്ലാം പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ്റെ ആ ഒരു ടൈമിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അത് പിന്നെയും മാറ്റി എഴുതുക ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഒരു കൊറിയേഴ്സ് എല്ലാ പ്രോഡക്റ്റ്സും ഒരു റാപ്പർ യൂസ് ചെയ്ത് ഇതുപോലൊരു റാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മഴക്കാലമാകുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്ററായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റാപ്പർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നുകിൽ കൊറിയർ ബാഗോ അങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ നോർമലി എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ കാര്യങ്ങൾ യൂസ് ചെയ്ത് നല്ല രീതിയിൽ റാപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മഴയിലും തട്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ ആ ഒരു പേപ്പർ ഒന്ന് പറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെയുള്ള അഡ്രസ്സും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പോകുമല്ലോ. അപ്പം ആ ഒരു പ്രോഡക്റ്റ് ഇത് എവിടത്തേക്ക് പോകേണ്ടത് തിരിച്ച് വരേണ്ടത് എങ്ങോട്ടേക്കാണെന്ന് കൂടി അതിലുണ്ടാവില്ല, അഡ്രസ്സ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഒന്നിക്കുക പ്ലാസ്റ്റിക് റാപ്പർ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ വെള്ളം തട്ടാത്ത രീതിയിലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ കൊറിയർ ബാഗോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത ടൈമിൽ നമുക്കിതുപോലെ റാപ്പറെല്ലാം യൂസ് ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് കവർ ചെയ്തെടുത്ത ശേഷം സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു തറ്റം വരുന്ന ഭാഗത്തെല്ലാം ആ ഒരു വീതിയിലെ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ആ ഒരു സ്റ്റിക്കർ അതിലേക്ക് ഒട്ടിക്കാൻ നോക്കിയതും അത് ഞാൻ റോങ് സൈഡിൽ എഴുതിയതെന്ന് പിന്നെയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി എഴുതിയിട്ട് പിന്നെ ഒട്ടിച്ചു കൊടുത്ത് അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു താങ്ക് യു സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സ്റ്റിക്കേഴ്സ് ഞാൻ ഇവിടുന്ന് അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു റോളായിട്ട് വരുന്നത് അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 100 അല്ലെങ്കിൽ 500 എങ്ങാനും സ്റ്റിക്കേഴ്സാണ് വരുന്നത്. ചെറിയ സൈസിൽ വരുന്ന ഒരു ഏകദേശം 1 or 1.5 സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ റേഡിയസ് വരുന്ന രീതിയിലുള്ള കുറച്ച് ചെറിയൊരു സ്റ്റിക്കേഴ്സ്. അപ്പം അതും കൂടി ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഓർഡേഴ്സും നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11:45 12 മണിയാവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഏകദേശം പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അതിന് ശേഷം ആ ഒരു പാക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ആ ഒരു ടേബിൾ ക്ലീൻ ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ബുക്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഇന്ന് കൊറിയർ ചെയ്യുന്നില്ല എന്നുള്ളതിലും അതിലും കൊറിയർ ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച് പിന്നെ ആ ഒരു ബാക്കി വന്ന കോൺസ് എടുത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊന്ന് എടുത്ത് വെക്കുക, പിന്നെ ബാക്കി വന്ന സ്റ്റിക്കേഴ്സ് എടുത്ത് വെക്കുക. അങ്ങനെ ടോട്ടലി ഒന്ന് ആ ഒരു ടേബിളും ഫ്ലോറിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കി വെച്ച ബൗളും കാര്യങ്ങളെല്ലാം ഞാൻ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി അത് കഴുകി വെക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി വെക്കാൻ വിചാരിച്ചിട്ട് എന്നൊരു സൈഡിൽ വെക്കുക ചെയ്തത്. അപ്പോൾ അതും ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഇതാക്കിയിട്ട് ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് മറന്നുപോയി. കൊറിയറെല്ലാം ചെയ്ത് വന്നിട്ടാണ് പിന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കുക ചെയ്തത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ചെയ്തത്. എന്നിട്ട് വേഗം തന്നെ ഒന്ന് കൊറിയർ ചെയ്യാൻ പോയി. ഏകദേശം അപ്പം തന്നെ ഒരു 12 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അത് കൊറിയർ ചെയ്യാൻ പോവുക ചെയ്തത്. ഞാനും ഹംദുവാ പോയിട്ടുണ്ടായത്. അപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റ് നടക്കേണ്ട ആ ഒരു ദൂരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അങ്ങനെ വേഗം പോയിട്ട് ഒന്ന് കൊറിയർ ചെയ്തിട്ട് തിരിച്ചു വരിക ചെയ്തത്. തിരിച്ചു വരുമ്പോൾ ഞാൻ എനിക്കും ഹംദുവിനും ഐസും പിന്നെ ഐസുവിനും ഹാസിക്ക ലിറ്റിൽ ഹാർട്സിൻ്റെ പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ തിരിച്ചു വരിക. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കവർ ഉമ്മ അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് നിന്നൊരു ഷോപ്പിൽ നിന്നപ്പോൾ കുറേ ടൈം ആവുന്നുള്ളപ്പോൾ ഞാൻ ഉമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക്. ഒരു പ്രൊഡക്റ്റീവ് ഡേയിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ഏകദേശം ഒരു ഉച്ചവരെ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അതും ഏകദേശം ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും അതുകൂടി കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.